ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ ഒരു 50ഓളം ചിപ്പി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടൊന്ന് റെഡിയാക്കിയിട്ട് ആ ഒരു ചിപ്പി തോടൊക്കെ കണ്ട നന്നായിട്ട് വായിക്കൊന്ന് തുറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ആ ഒരു തോടിൽ നിന്ന് അതിൻ്റെ ഒരു ഫ്ലഷ് മാത്രമായിട്ടൊന്ന് എടുത്ത് മാറ്റാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു നാരും പിന്നെ ചെറിയൊരു കറുപ്പ് കൊടുത്ത സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ അധികം അങ്ങനെ കാണിക്കുന്നില്ല. എന്നാലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ ഒരു ചിപ്പി വേവിച്ചിട്ടുള്ള വെള്ളം ഞാൻ ഒരു നൈസ് അരിപ്പിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു ചിപ്പി ഞാൻ കഴുകിയെടുത്തത്. എന്നിട്ട് വീണ്ടും ആ ഒരു വെള്ളം തന്നെ വീണ്ടും നൈസ് അരിപ്പിലൊന്ന് അരിച്ചെടുക്കും. വീണ്ടും ആ ഒരു വെള്ളം വെച്ച് തന്നെ കഴുകിയെടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താലും മതി, രണ്ടായാലും ഓക്കെയാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്കുള്ള ഒരു മാരിനേഷന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഒരു ടൈമിൽ ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിപ്പിയെല്ലാം ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് മസാല ഒന്ന് പുരട്ടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. വെക്കണമെന്ന് നിർബന്ധമില്ല, എങ്കിലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് അത് അവിടെ ഇരുന്നൊന്ന് മസാല പിടിക്കട്ടെ. ഞാൻ അവിടെ ഒരു 2 സവാളയും പിന്നെ 1ൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ഒരു 2.5 സവാള എടുക്കുന്നുണ്ട്. നന്നായിട്ട് തൊലി കളഞ്ഞ് നല്ല രീതിയിലൊന്ന് കഴുകി ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതാ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ചിപ്പി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ സൈഡും ഒരു 3-4 മിനിറ്റ് വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഓവർ അങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രമാണ് കേട്ടോ. ആ ഒരു മസാലക്കൂട്ടുകൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം, അത്രയും മതി. അപ്പോൾ 2 സൈഡും ഒരു പോലൊന്ന് തിരിച്ച് മറിച്ചൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മിക്സി ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു ചിപ്പിയൊക്കെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ആ എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. ആ ഒരു ചിപ്പിയൊക്കെ പൊരിച്ചിട്ടുള്ള ആ ഒരു സെയിം പാനിലോട്ട് തന്നെ ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 10-12ഓളം ചെറിയുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം. നല്ല വലിയ വെളുത്തുള്ളിക്കാണെന്നുണ്ടെങ്കിൽ 1 മതിയാകും, ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം കേട്ടോ. അപ്പോൾ 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ്. അപ്പോൾ ഓയിൽ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആ ഒരു കറിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണേ. സവാളയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകി നീളത്തിലൊന്ന് മുറിച്ചെടുത്തതാണേ. ഒരു തക്കാളി ഒന്ന് ഉടഞ്ഞൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് ഏകദേശം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു മസാല ഉണ്ട് അതിൽ. ഈ കാണുന്ന ഈ ഒരു ഇതിൽ തന്നെ കുറച്ച് മസാല ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ചിപ്പിയിൽ ഓൾറെഡി മസാല പുരട്ടിയിട്ടാണ് ഫ്രൈ ആക്കിയത്. ഇനി നമ്മൾ കൂടുതലായിട്ട് മസാല ചേർത്തതിന് ചിലപ്പോൾ ഒന്ന് ഓവർ മസാല കുത്തലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, അങ്ങനെയാണ്. അപ്പം ഞാൻ ഗരം മസാലപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിപ്പി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ആ ഒരു ചിപ്പി ഞാൻ ചേർത്ത് കൊടുത്തത്. ആ ഒരു ചിപ്പിയും കൂടെ ചേർത്ത് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഇതുപോലെ റോസ്റ്റ് പാകത്തിന് നായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നല്ല കട്ടിക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങാപ്പാലാണ് 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ, നല്ല രീതിയിൽ കട്ടിക്ക് ഫ്രഷായിട്ട് തേങ്ങ ചിരകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് പാലൊന്ന് പിഴിഞ്ഞെടുത്താൻ കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ ഈ ഒരു ടൈമിൽ, ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും. അപ്പോൾ മസാല വേറെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇത്രയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ചൊന്നേരം തണുത്ത് വരുന്ന സമയത്ത് കറി ഒന്നും കൂടെ നല്ല തിക്കായിട്ട് നല്ല കുറുകി വരും. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയും ഈ ഒരു ചിപ്പി
തേങ്ങാപ്പാൽ കുഴച്ച് വെച്ചിട്ടുള്ള ഒരു മസാലക്കറി. സൂപ്പർ കോമ്പിനേഷനാണ്, സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടൊന്നും തന്നെ പറയാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും